മക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്ഷരമുറ്റം ക്വിസിൻ്റെ 2024 ഓഗസ്റ്റ് 28 സബ് ജില്ലയിൽ നടന്ന UP തലം ചോദ്യങ്ങളാണ്. മക്കളെ, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ നൽകുന്നുണ്ട്. എല്ലാവരും പോയി കാണണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചിത്രം കണ്ടില്ലേ? ചിത്രത്തിലെ ഈ പാലം വയനാട്ടിലെ മുണ്ടക്കയിൽ സൈന്യം വളരെ വേഗത്തിൽ നിർമ്മിച്ചതാണ്. എന്താണ് ഈ പാലത്തിൻ്റെ പേര്? ബെയ്ലി പാലം. അടുത്ത ചോദ്യം, കോവിഡ് മഹാമാരി മൂലമുണ്ടായ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ 2020 ജൂൺ 1 മുതൽ വിക്ടേഴ്സ് ടെലിവിഷൻ ചാനൽ വഴി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച അധ്യയന പരിപാടിയുടെ പേരെന്താണ്? ഇന്ത്യയിലെ ആദ്യ സംരംഭമായ ഈ പദ്ധതിയുടെ ആപ്തവാക്യം വീട്ടിലൊരു വിദ്യാലയം എന്നാണ്. ആൻസർ എന്താ? ഫസ്റ്റ് ബെൽ. ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്, എന്നാൽ നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിൻ്റെ തുല്യമായതോ ആയ ഒരു മഹാത്മാവിനെയും എങ്ങും കണ്ടിട്ടില്ല. നോബൽ സമ്മാന ജേതാവ് കൂടിയായ ഒരു കവിയാണ് ഇങ്ങനെ പറഞ്ഞത്. ആരാണത്? ടാഗോർ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അകപ്പെട്ട വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ മാഗസിൻ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ വായിച്ചു കാണും. ഒരു കഥയോടെയാണ് മാഗസിൻ അവസാനിക്കുന്നത്. കഥയുടെ അവസാന ഭാഗത്തെ വരികൾ വായനക്കാരെ വേദനിപ്പിക്കുന്നു. കഥയിൽ ഒരു കിളി പറയുന്നു, ഇവിടം വിട്ടുപോയിക്കോ, വേഗം രക്ഷപ്പെട്ടോ, ഒരു വൻ ദുരന്തം വരാനിരിക്കുന്നു, മലവെള്ളപ്പാച്ചിലിൽ നിന്ന് ഉടൻ രക്ഷപ്പെട്ടോ എന്ന്. എന്തായിരുന്നു ആ മാഗസിൻ്റെ പേര്? വെള്ളാരം കല്ലുകൾ. ഇന്ത്യയുടെ ഏത് കറൻസി നോട്ടിലാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 100 രൂപയുടെ നോട്ടിൽ. ഇത് റാണി കി വാവാണ് കേട്ടോ. കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിൻ്റെ ഉറ്റ തോഴി, ചീത്തകൾ കൊത്തി വലിക്കുകിലോ മേറ്റവും വൃത്തി വെടുപ്പെഴുന്നോൾ. കാക്ക എന്ന കവിതയിലെ വരികളാണിത്. കവി ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. ദുരിതക്കയത്തിൽ നിന്നും അവരെ കരകയറ്റാൻ നമുക്ക് ആവുന്ന സഹായങ്ങൾ ചെയ്യാം. ദുരിതാശ്വാസം എന്ന പദത്തിന് ലഭ്യമായ ഇംഗ്ലീഷ് വാക്കാണല്ലോ ഡിസ്ട്രസ് റിലീഫ്. ഡിസ്ട്രസ് എന്ന സ്പെല്ലിംഗ് കണ്ടല്ലോ. റിലീഫിൻ്റെ സ്പെല്ലിംഗ് എന്ത്? RELIEF. ഒളിമ്പിക്സിൽ 100 ഗ്രാം ഭാരം അധികമായതിനെ തുടർന്ന് അർഹമായ വെള്ളി മെഡൽ നഷ്ടമായെങ്കിലും പോരാട്ട വീര്യം കൊണ്ട് നമ്മുടെ മനം കവർന്ന ഇന്ത്യൻ ഗുസ്തി താരമാര്? വിനേഷ് ഫോഗട്ട്. ഡച്ച് ചിത്രകാരൻ വാൻഗോഗിൻ്റെ വിഖ്യാതമായ ഏത് പെയിൻറ്റിംഗ് ആണിത്? ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ. ഇന്ത്യൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സ്. ചിത്രത്തിൽ കാണുന്ന സ്പോർട്സ് ഉപകരണം ഏത്? ജാവലിൻ. ഭാരതരത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം? മണിപ്പൂർ. മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ആദ്യത്തെ മയിൽ സംരക്ഷണ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിൽ ഏതു സ്ഥലത്താണ്? കെ നീലകണ്ഠനാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ചൂലന്നൂർ. 2006 ആഗസ്റ്റ് 24 വാനശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? പ്ലൂട്ടോ ഗ്രഹമല്ലാതായി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ നേടിയ മെഡൽ എത്രയാണ്? 6. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഊർവശിയെ കൂടാതെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച അധ്യാപിക ആര്? ബീന ആർ ചന്ദ്രൻ. 140 മുട്ടകൾ 2 പെട്ടിയിലായി അടുക്കി വച്ചിരിക്കുന്നു. ഒന്നാമത്തെ പെട്ടിയിലുള്ളതിനേക്കാൾ 10 മുട്ടകൾ കൂടുതലാണ് രണ്ടാമത്തെ പെട്ടിയിലുള്ളത്. രണ്ടാമത്തെ പെട്ടിയിൽ എത്ര മുട്ടകളുണ്ട്? 75 മുട്ടകൾ. ജൂലൈ 22 ഇന്ത്യയിലെ ഏത് ഫലത്തിൻ്റെ ദിനമാണ്? മാമ്പഴം. MK മേനോനാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം എന്ത്? വിലാസിനി. നാടൻ കലകളുടെ പുനരുദ്ധാരണവും സംരക്ഷണവും ലക്ഷ്യമാക്കി കേരള ഫോക്ക്ലോർ അക്കാദമി 1995 രൂപീകരിച്ചത്. ഏതു ജില്ലയിലാണ് ആസ്ഥാനം? കണ്ണൂർ. ബ്രേക്കർ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. ഡിസംബർ 22 ഈ പ്രതിഭാശാലിയുടെ ജന്മദിനം. തമിഴ്നാട്ടിലെ കുംഭകോണത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ മ്യൂസിയമാണ്. 1887 ജനിച്ചു. 1920 അന്തരിച്ചു. ആരാണ് ഇദ്ദേഹം? ശ്രീനിവാസ രാമാനുജൻ. ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്? ചണ്ഡീഗഡ്.
ആത്മകഥക്കൊരാമുഖം ആരുടെ ആത്മകഥയാണ്? ലളിതാംബിക അന്തർജനം. കുരുത്തോല കൊണ്ടുള്ള മെയ്യാഭരണം ഏതിനം തുള്ളലിനാണ് ഉപയോഗിക്കുന്നത്? ശീതങ്കൻ തുള്ളൽ. 2024 പാരീസിൽ നടന്നത് എത്രാമത്തെ ഒളിമ്പിക്സ് ആണ്? 33ാമത്തെ. മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? സിമ്പിളായിരുന്നു അല്ലേ? ഇതിൽ 17 ചോദ്യം നമ്മുടെ ചാനലിൽ നൽകിയ ചോദ്യമാണ് കേട്ടോ. മക്കളെ, അക്ഷരമുറ്റം ക്വിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം വരുന്നുള്ളത്. അത് വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ പുതിയതായതുകൊണ്ട് ഈ വെക്കേഷനിലാണ് കേട്ടോ, 2024 വെക്കേഷനിലാണ് തുടങ്ങിയിട്ടുള്ളത്. അന്ന് മുതൽ കേരളത്തെക്കുറിച്ചും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളെക്കുറിച്ചൊക്കെ നൽകിയിട്ടുണ്ട്. ആ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. 17 ചോദ്യം വന്നിട്ടുണ്ട്. ഇനിയും നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. USS ക്ലാസ്സുകൾ നൽകുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യണേ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വിസിൽ നന്നായിട്ട് പഠിക്കുക.